നമ്മുടെ കഥയിലെ താരം ഒരു റിവർ ചബ്ബാണ്. പുഴയിലെ കല്ലുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു കൊച്ചുമീൻ. എല്ലാ വർഷവും പ്രണയത്തിന്റെ കാലം വരുമ്പോൾ ഇവന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നം വിടരും, ഒരു വീട്. കാരണമെന്താണെന്നോ? ഈ റിവർ ചബ് ആണുങ്ങൾക്ക് ഒരു പെൺചബ്ബിനെ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം സ്വന്തമായി ഒരു വീട് പണിയണം. വെറും കൂരയല്ല, പുഴയിലെ ഏറ്റവും മികച്ച വീട്. വീട് എത്ര വലുതാകുന്നുവോ അത്രയും പെൺമീനുകളുടെ ശ്രദ്ധ കിട്ടും. ഒരു നല്ല ഭാവിയാണ് അവൻ വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ നായകൻ കഠിനാധ്വാനം തുടങ്ങി. രാവും പകലും അവൻ കല്ലുകൾ ഓരോന്നായി വായിൽ കടിച്ചു കൊണ്ടുവന്ന് അടുക്കിവെച്ചു. വീട് വളരുംതോറും അസൂയാലുക്കളായ മറ്റു ആൺചബ്ബുകൾ വന്നു തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ അവന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കല്ലുകൾ മോഷ്ടിക്കാൻ പോലും നോക്കി. ഭാഗ്യത്തിന് കള്ളനെ കണ്ടുപിടിച്ചതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഒടുവിൽ അവസാനത്തെ കല്ലും വെച്ചതോടെ അവന്റെ സ്വപ്നഭവനം പൂർത്തിയായി. പുറമേനിന്ന് നോക്കിയാൽ അത്ര ഭംഗിയൊന്നും തോന്നില്ല. പക്ഷേ ഈ കൊച്ചുവീടുണ്ടാക്കാൻ അവൻ 7000-ത്തിലധികം കല്ലുകളാണ് ഉപയോഗിച്ചത്. പെൺചബ്ബുകളുടെ കണ്ണിൽ അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. താമസിയാതെ സുന്ദരിയായ ഒരു പെൺചബ് അവന്റെ വീടിനടുത്തെത്തി. അവളെ കണ്ടതും നമ്മുടെ നായകൻ ആവേശത്തിലായി. ഉടനെ അവൻ വീടിന്റെ താഴെയായി ഒരു മണവറ, മുട്ടയിടാനുള്ള സ്ഥലം കുഴിക്കാൻ തുടങ്ങി. ഇണചേരൽ ചടങ്ങ് കഴിഞ്ഞപ്പോൾ അവൾ ആ കല്ലുകളുടെ വിടവുകളിൽ മുട്ടകൾ നിക്ഷേപിച്ചു. എന്തിനാണ് ഈ കല്ലുകൾക്കിടയിൽ മുട്ടയിടുന്നതെന്നറിയാമോ? ഒന്നാമതായി വെള്ളത്തിന്റെ ഒഴുക്കിൽ മുട്ടകൾ ഒലിച്ചുപോകാതിരിക്കാൻ. രണ്ടാമതായി മറ്റ് മീനുകൾ വന്ന് നശിപ്പിക്കാതിരിക്കാൻ. മുട്ടകളിൽ ജീവൻ വെച്ചു എന്നുറപ്പാക്കിയതോടെ ആൺ റിവർ ചബ്ബിന്റെ കടമ പൂർത്തിയായി. അങ്ങനെയാണ് പുഴയിലെ നിയമം. മൃഗങ്ങളുടെ ലോകത്തുപോലും ഇണചേരാനുള്ള അവകാശം കിട്ടണമെങ്കിൽ ആണുങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് അത്യാവശ്യമാണ്. So please Sarapakara.